പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് വളരെ പേഴ്സണൽ കാര്യമല്ലേ അല്ലേ? പിന്നെ ഞാൻ ചെയ്ത സർജറികള്, ഞാൻ റെനയില് ആ സർജറി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലുകളില്ലേ ചെയ്യാനായിട്ട്? ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോഴും ചില ആൾക്കാർക്ക് വിളിച്ചിട്ട് പറയാം, ജാസി ഏത് സർജറി ചെയ്തത് അതങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്ന്. എന്തിന്റെ ആവശ്യം അത് പറഞ്ഞാൽ തീരാൻ പ്രശ്നം? അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നം അങ്ങനെ തീരണ്ട. സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ? ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇപ്പോൾ ആശി ജാസി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വീഡിയോവുമായി നമ്മുടെ ജാസി പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം, ജാസി ചെയ്ത ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളുമാണ് അതിന് ആധാരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ജാസി ചെയ്ത ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ജാസി തന്നെയാണ് പുറത്ത് വന്ന് പറഞ്ഞത്, അല്ലാതെ ആരും ജാസിയെ വിളിച്ച് ചോദിച്ചതൊന്നുമല്ല. ജാസി പറഞ്ഞു, ഞാൻ ശരിക്കും ഇപ്പോൾ ഒരു സ്ത്രീയിലേക്ക് മാറിയിരിക്കുകയാണ്. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നോക്കിയാൽ തികച്ചും എനിക്ക് എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഞാനിപ്പോൾ മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ശരിക്കും ബോട്ടം സർജറി എന്ന് പറയുന്ന ഡൗൺ സർജറി അല്ല ജാസി ചെയ്തത് എന്ന് തീർച്ചയായിട്ടും ഒരു ബ്ലോഗർ കൂടിയായ ഒരു മനുഷ്യൻ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതിന് ശേഷം അവിടെ അങ്ങനത്തെ ഒരു സർജറി നടക്കുന്നില്ല എന്നുള്ള കാര്യം അവർ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാസി പുതിയൊരു വീഡിയോയുമായി വന്നത്. എന്താണ് ജാസിക്ക് പുതുതായിട്ട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ, ജാസി അങ്ങനെ ഒരാളും പറയത്തില്ല. നമ്മൾ ചെയ്ത മേജർ സർജറികൾ, അത് ഈ സർജറി എന്നല്ല, അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല. അത് പറയുന്നത് ഭയങ്കര മെഡിക്കൽ എത്തിക്സിന് ഭയങ്കര റോങ് പറയാണ്. ഏതൊരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ആ ഒരു പേഷ്യന്റിന്റെ പേഴ്സണൽ വിവരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയില്ല. അത് ഞാൻ അവിടെ ചോദിച്ചു. സത്യസന്ധമായ ഒരു കാര്യമാണ്. അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലും നമ്മുടെ രോഗിയുടെ പേര് പറഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ അവിടെ എന്ത് ഓപ്പറേഷനാണ് അവർ ചെയ്തത്, എന്ത് ചികിത്സയാണ് അവർ തേടിയത് എന്ന് പുറത്ത് വെളിപ്പെടുത്താൻ പേഷ്യന്റിന്റെ അധികാരമോ അനുമതിയോ കൂടാതെ ഒരു ഹോസ്പിറ്റലിനും സാധിക്കുകയില്ല എന്ന കാര്യം സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ജാസി പറയുന്നത് 100% സത്യമാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ അധികാരികൾ, റെന മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അധികാരികൾ ഒരിക്കലും അവിടെ ജാസിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ അത്തരത്തിൽപ്പെട്ട ഡൗൺ സർജറി എന്ന് പറഞ്ഞൊരു സർജറി അവിടെ നടക്കുന്നില്ല, ഹോസ്പിറ്റലിലെ അങ്ങനത്തെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിൽ നിങ്ങളുടെ പേരോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അവർ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ നടക്കാത്ത ഒരു സ്ഥലത്ത് അത് നടന്നു എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലും ആയതും അതുപോലെ തന്നെ അത് ചർച്ചയായതും. കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മുടെ ജാസി പറയുന്നതോടുകൂടി കേൾക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാൻ റെന മെഡിസിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെൽക്കം റെന മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവർ വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത്. ഹലോ, അപ്പോൾ ഇയാൾ അതെ, ഹലോ റെന മെഡിസിറ്റിയാണ്, പറഞ്ഞോളൂ. പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി, അത് എന്ത് സർജറിയാണ്? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അത് റെനയെന്നല്ല, ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല. അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര റോങ് അല്ലേ അത് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് അപ്പൊ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ വെർജിൻ അല്ലെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്താ പറയാ? അപ്പോൾ പിന്നെയും ജാസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും നമ്മുടെ ബ്ലഡിൽപ്പെട്ട ആൾക്കാർ തന്നെ പോയി കഴിഞ്ഞാലും രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ പോയി കഴിഞ്ഞാലും ചില കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുകയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അങ്ങനത്തെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല ഷെയർ ചെയ്തത്. അവർ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ്. ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ജാസിക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ച ഒരു ഹോസ്പിറ്റലൊന്നുമല്ല. അവിടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ സർജറി ആയിട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് പോയി വരുന്നുണ്ട്. അപ്പോൾ റെന മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ തീർച്ചയായിട്ടും ഏത് പൊതുജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് റീപ്ലൈ കൊടുക്കേണ്ടത് ആ ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് റെന മെഡിസിറ്റി പറഞ്ഞത് അങ്ങനെ ഒരു ഡൗൺ സർജറി എന്ന് പറയുന്ന പ്രവർത്തനം ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്, അത് ഇപ്പോൾ നടത്തപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നേ അവിടത്തേക്ക് വിളിച്ച ഒരു കോളിന്റെ ഏതാനും ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ഞാൻ റെന മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്.
പറഞ്ഞിട്ട് എന്റെ പേര് ബൈജു എന്നാണേ. ഓക്കെ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ജാസി പറയുന്നത് കള്ളത്തരമാണ് എന്ന് തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലൊരു പരിപാടി അവിടെ ഇപ്പോൾ നടത്തപ്പെടുന്നില്ല, നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് റെനൈ സിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ സംസാരിച്ച കോൾ റെക്കോർഡാണ്. തീർച്ചയായിട്ടും അതിന് ആധികാരികതയുണ്ട് എന്നുകൂടി ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനി പറയുന്ന ജാസി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ജാസി പറയുകയാണ്, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് എന്തിനാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണൊക്കെ ജാസി പറയുന്നുണ്ട്. ജാസിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യവും സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിക്കുന്നത് ജാസി തന്നെയാണ്. ജാസിയുടെ കണ്ടന്റാണത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആശയുടെ ഉമ്മയെക്കുറിച്ച് വീഡിയോ ചെയ്തത് ആരാണ്? തീർച്ചയായിട്ടും ആദ്യമായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത് ജാസിയാണ്. അതുപോലെ തന്നെ ജാസിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് ജാസിയാണ്. എല്ലാ കാര്യങ്ങളും അടിയുണ്ടാക്കിയതും കുത്തുണ്ടാക്കിയതും ചവിട്ടുണ്ടാക്കിയതും പ്രേമനാടകവും എല്ലാം തന്നെ പുറത്ത് കൊണ്ടുവന്നത് കണ്ടന്റാക്കി പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുതരുന്നത് ജാസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചർച്ച ചെയ്യും. അതിൽ ഒരു പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി ജാസി പറയുന്ന ബാക്കി കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാർട്ട്ണർ നമ്മളെ കൂടെയുണ്ട്, നമ്മുടെ പാർട്ട്ണർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകൾ ഹാപ്പിയാണ്. അവർ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നാട്ടുകാരുടെ കാര്യത്തിൽ നമ്മൾ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മൾ അതിന് ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങൾ. അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത്? ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ജാസ്തി നീ ഏത് സർജറി ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? തിരിച്ച് ഞാൻ ആ കുട്ടിയോട് ചോദിക്കാൻ നിങ്ങൾ വെർജിൻ ആണെന്ന് ചോദിച്ചാൽ അവിടെ എന്താ പറയാ? അയ്യോ ഞാൻ വെർജിൻ അല്ലാന്നോ? അതേപോലെ തന്നെയാണ് ഒരു ട്രാൻസിനോട് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് വളരെ പേഴ്സണൽ കാര്യമല്ലേ അല്ലേ? പിന്നെ ഞാൻ ചെയ്ത സർജറികൾ, ഞാൻ റെനയില് ആ സർജറി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലുകളില്ലേ ചെയ്യാനായിട്ട്? ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോഴും ചില ആൾക്കാർക്ക് വിളിച്ചിട്ട് പറയാം, ജാസി ഏത് സർജറി ചെയ്തത് അതങ്ങ് പറഞ്ഞാൽ തീർന്ന പ്രശ്നമുള്ളൂ എന്ന്. എന്തിന്റെ ആവശ്യം അത് പറഞ്ഞാൽ തീരാൻ പ്രശ്നം? അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നം തീരണ്ട. താല്പര്യമില്ല. ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അത് അറിയണമെന്നുള്ള ആൾക്കാർ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കും, ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ജാസി പറയുകയാണ്, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയുകയാണ്, എന്ത് സർജറിയാണ് നീ ചെയ്തത് എന്ന് അങ്ങോട്ട് പറ, അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ വെച്ച് സോൾവ് ആവില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് ഞാനത് പറയുന്നത്? റെനൈ സിറ്റിയിൽ മാത്രമാണോ ഇത്തരം ഒരു ഓപ്പറേഷൻ നടക്കുന്നത്? വേറെയും ഹോസ്പിറ്റലില്ലേ? ഞാൻ അവിടെ പോകും എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ ജാസി ചെയ്തിട്ടില്ല എന്ന കാര്യം 100% അറിഞ്ഞോ അറിയാതെയോ ജാസിയുടെ വായിൽ തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ അവരുടെ പുറകെ എങ്ങനെ നടക്കുന്നത്? അവർ ഓപ്പറേഷൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, അവരുടെ പേഴ്സണൽ കാര്യമല്ലേ? തീർച്ചയായിട്ടും അതവരുടെ പേഴ്സണൽ കാര്യമാണ്. ഒരാഴ്ചക്ക് മുന്നേ ജാസി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വയറും വീർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്. എന്തിനാണ് ഇത്തരം ഒരു ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അത്തരം കണ്ടന്റ് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇട്ടുകൊടുത്തത് ആരാണ്? അത് ജാസിയാണ്. തീർച്ചയായിട്ടും എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കും അവരുടെ ഓഡിയൻസിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലാണ് ജാസി വർക്ക് ചെയ്യുന്നത്. അവരൊരു യൂട്യൂബ് കണ്ടന്ററാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാത്തിലും വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടി ക്യൂരിയോസിറ്റി കൂടുതൽ എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നല്ല ട്രാൻസ്ജെൻഡറായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവയൊന്നും നമ്മളൊരു കണ്ടന്റാക്കി ഉപയോഗിക്കുന്നില്ല. കാരണം ഇവരൊരു ആൾമാറാട്ട കേസ് പോലെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് അപഹാസ്യരായിക്കൊണ്ട് വൃത്തികെട്ട രീതിയിലുള്ള ഒരുപാട് കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചിട്ട ആൾക്കാരാണ്. അതുകൊണ്ടും പിന്നെ യാശി എന്ന് പറയുന്ന അവരുടെ ഉമ്മയെക്കുറിച്ച് വളരെ മോശകരമായ രീതിയിലുള്ള സംസാരങ്ങളും കോൾ റെക്കോർഡുകളും എല്ലാം പുറത്തു വിട്ടുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഒരുപാട് വീഡിയോ ചെയ്ത ഒരാളാണ് ഈ ജാസി. അതുകൊണ്ട് തന്നെയാണ് ജാസിയുടെ കാര്യത്തിൽ കൂടുതൽ ആൾക്കാർക്കും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ വീഡിയോ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നത് ജാസിക്ക് കൂടി നന്നാവും. പിക്ക് പറഞ്ഞാൽ മാറിടം വികസിക്കുന്ന ഓപ്പറേഷനാണ് ജാസി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മാറിടത്തിൻ്റെ ഈ സൈഡിലാക്കിയിട്ട് ജാസിക്ക് ഒരുപാട് വേദനയും അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനെ തീർച്ചയായിട്ടും ഒരു കണ്ടന്റാക്കി മാറ്റിക്കൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വീണ്ടും
സോഷ്യൽ മീഡിയ ഇങ്ങനെ ഫെയിമായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ആ കണ്ടന്റ് വിറ്റ് ലാഭം ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ജാസി പറയുന്ന ഒരു കാര്യം. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട്, ഞാൻ സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ പോയി നോക്കിയാൽ മതി എന്നാണ് ജാസി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ വീഡിയോ. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനും ട്രെൻഡിങ് ആകാനും വൈറലാകാൻ വേണ്ടിയുള്ള മാത്രം ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിമർശിക്കേണ്ടി വരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.